ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് 250 ml 1 കപ്പ് മൈദമാവാണ്. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇടണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്ത മാവാണ്. ഇതിലേക്ക് 4 മുട്ട വേണം. ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിന് പഞ്ചസാര ഓയിലും കൂടിപ്പോയാലും കേക്ക് പൊങ്ങി വരില്ല. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ മുട്ടയുടെ സ്മെല്ല് കേക്കിന് വരാതിരിക്കുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. മുട്ടയുടെ വെള്ളയിൽ ചേർത്ത് ബീറ്റ് ചെയ്ത പഞ്ചസാരയുടെ ബാക്കി പഞ്ചസാരയാണ് ഞാൻ മഞ്ഞയിൽ ചേർത്ത് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മുട്ടയുടെ കളറൊന്ന് മാറി കിട്ടണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. മുട്ടയുടെ മഞ്ഞ വെള്ളയിലേക്ക് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഒരു അരിപ്പ് കൊണ്ട് കുറച്ച് മാവെടുത്ത് ഇതുപോലെ അരിച്ചിടുകയാണെങ്കിൽ കട്ട കെട്ടാതെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പതുക്കെ ഒരേ സൈഡിലോട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. മാവ് മുഴുവൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവസാനം 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ടിന്നിൽ ഓയിൽ തടവി ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ആയാലും മതി. ഓയിൽ തടവി വയ്ക്കണം. കേക്ക് ടിന്നിൻ്റെ അരഭാഗം മാവേ ഒഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തട്ടി എയർ ബബിൾസ് കളയണം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിലിട്ട് ഇറക്കി വയ്ക്കണം. നല്ല കട്ടിയുള്ളൊരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് വെന്താന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. തണുത്ത ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ക്രീം മാറ്റി മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാൻ വേണ്ടി ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഷുഗർ സിറപ്പിന് പകരം ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പിന് പകരം ചോക്ലേറ്റ് മിൽക്ക് ഷേക്കോ കോഫി മിൽക്ക് ഷേക്കോ ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതാണ്. കേക്ക് മുഴുവനും ക്രീം ചെയ്ത് 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ച ശേഷം കട്ട് ചെയ്യണം. ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.